ഹലോ ഹലോ എന്താണ് പരിപാടി? മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? വല്ല പരിപാടി വേണ്ട, ബോറടിക്കുക. ആഹാ, അപ്പൊ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട്. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കായിരുന്നു, പക്ഷെ ഒരു മടിയായി. എന്ത് പറ്റി മടി? പണിയെടുക്കാൻ മടി. ആ, ഞാൻ വലിയ കാര്യത്തില് ഫ്രൈഡ് ചിക്കൻ ഒക്കെ കിട്ടുന്ന വിചാരിച്ച് ഓടിയിരിക്കുന്നത്. കിട്ടും കിട്ടും. ഫ്രൈഡ് ചിക്കൻ വേണോ? നമുക്ക് അവിടെ പോയി വെച്ചിട്ടൊന്നല്ല, അത് നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊളായാലോ. നമ്മൾ KFCന്ന് മേടിക്കുന്ന ഫ്രൈഡ് ചിക്കൻ നല്ലതാണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന അത്ര വല്ലല്ലോ. അത് ഫുള്ള് കെമിക്കലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് മേടിച്ച് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സക്സസ് ആവുമെന്ന് അറിയില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിനക്കിത് വേണോ? നിനക്ക് KFC വേണോ? കുഞ്ഞിക്ക് KFC വേണോ? കുഞ്ഞൊന്നും കഴിക്കില്ല. കുഞ്ഞ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാ, നമ്മളെ പോലെ ഒന്നല്ല കുഞ്ഞ്. അല്ല കുഞ്ഞി KFC ഉണ്ടാക്കുമല്ലോ. ഒറ്റ ചോദ്യം, KFC ഉണ്ടാക്കുമല്ലോ? ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് സാധനം ഇങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സക്സസ് ആയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഞാൻ ഉണ്ടാക്കി തരാം. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കഴിക്കാൻ. വിശക്കണ്ട? നല്ല പോലെ വിശക്കുന്നുണ്ട്. അതും പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ഉച്ചയ്ക്ക് അത് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇരിക്കുന്ന KFC കിട്ടും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോടി പറഞ്ഞായിരുന്നു KFC കിട്ടുന്നു. എന്താന്ന്? അല്ല, ഉച്ചയ്ക്ക് മുതൽ KFC കിട്ടും വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ലൈറ്റ് ആയിട്ട് എന്താ കഴിച്ചേ? ലൈറ്റ് ആയിട്ട് 2 പൊറോട്ട മാത്രം. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ വേറൊരു സാധനം വിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു ചെറിയൊരു ഉഴുന്നുവട, പിന്നെ ചട്നി, ചട്നി ഒന്നും ഞാൻ കഴിച്ചില്ല. ചിക്കൻ കറി കഴിച്ചു. അയ്യോ, ഭയങ്കര ലൈറ്റ് ആട്ടാ. ഇത്ര ലൈറ്റ് ആവരുത്. ബാക്കി ചിക്കനും കൂടി കയറ്റാ. ബാ, ആയിക്കോട്ടെ. എന്തായി തുടങ്ങിയാ? പിന്നെ ഞാൻ ഈ ചിക്കനെ കട്ട് ചെയ്ത് കണ്ട എന്ത് പെർഫെക്റ്റ് ആയിട്ടാ കട്ട് ചെയ്തേക്കണത്. കണ്ടോ ഇങ്ങനെ വേണം. കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടിപൊളിയാ മതി. അയ്യോ, യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ. നമുക്ക് TV-യിൽ കണക്ട് ചെയ്തിട്ട് അതിൽ വെച്ചാലോ? സൈഡ് വിട്. അവനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച സമ്മതിക്കല്ലേ? പഠിച്ചോണ്ടിരിക്കണോ? എന്നാ അങ്ങനെ കിട്ടുമോ? KFC പോയാൽ തരുന്നല്ലേ പറഞ്ഞല്ലേ? വല്ല ബോധം വേണ്ടേ? മറന്നു പോവാന്നേ. അതിന്റെ ഇടയിലാണെങ്കിൽ അവൻ വണ്ടി കൊണ്ടുവന്ന് എന്റെ കാലിൽ കയറ്റിയിട്ട് അത് വേറെ. എന്റെ അമ്മ ഒരു 5 മിനിറ്റ് ഇതൊന്നും അടങ്ങിയിരിക്കണ്ടേ? ഞാൻ ഇത് എഴുതട്ടെ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കും. പഠിത്തൊക്കെ കഴിഞ്ഞാ? എക്സാം തുടങ്ങാറായാ? കഴിഞ്ഞു, പ്രാക്ടിക്കൽ തുടങ്ങി. എന്റെ പൊന്നെ, ശരിയാവോന്നൊന്നും അറിയത്തില്ല കേട്ടോ. ശരിയായ ആയി. സെറ്റായില്ലെങ്കിൽ എന്നൊന്നും പറയരുത്. ചിക്കൻ പോയെന്നും പറയരുത്. താങ്കളുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് മാത്രം ഉണ്ടാക്കുന്ന ഐറ്റാണ് കേട്ടോ. ശരിയാവും. നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ കേടായി പോയിട്ടില്ല. ശരിയാവുമായിരിക്കും, നോക്കാം. എന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് പറയണേ. ആ മമ്മിക്കൊക്കെ ഭയങ്കര പുച്ഛ. ആയിക്കോട്ടെ. മമ്മി ഭയങ്കര ഷെഫാണെന്നാണ് മമ്മി പറയണേ. കുറച്ച് നീങ്ങാമോ സാറേ? ഇനി നമുക്ക് ഇതിലേക്ക്, അയ്യോ എന്റെ ഷെൽഫൊന്നും കാണിക്കില്ലേ, നാണക്കേടാണ്. അയ്യോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? മുളക് പൊടി. സ്പൈസിയാണോ ഉണ്ടാക്കുന്നത്? കുറച്ച് സ്പൈസി വേണ്ടേ? ആയിക്കോട്ടെ. പിന്നെ കുറച്ച് ഗരം മസാല. കുറച്ച് കൂടി പോയാ കുഴപ്പമില്ല.
നമ്മളല്ലേ കഴിക്കുന്നത്. പിന്നെ എന്തായിരുന്നു പറഞ്ഞ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവ് കൂടുവോ? അത് മതി അല്ലേ? അത് മതി. ഇനി ഉപ്പ്. ഉപ്പ് എവിടെ? ആ ഉപ്പ് 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 പിന്നെന്താ പറഞ്ഞിരുന്നേ? ഒരു സെക്കൻഡേ മറന്നു പോയി കേട്ടോ. ഞാൻ വീഡിയോ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ചില്ലി, പെപ്പർ, ഗരം, ഗാർലിക് പേസ്റ്റ്, വിനാഗിരി. ആ നമ്മുടെ വിനാഗിരി ചേട്ടൻ വിനാഗിരി കുറച്ച് വെച്ചാൽ മതില്ലേ? കുറച്ചധികം എന്ന് തോന്നാം, കുഴപ്പമില്ല. വിനാഗിരി വിനാഗിരി വിനാഗിരി. പിന്നെ നമുക്ക് ഇത് ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പേസ്റ്റ്. എൻ്റെ ഗാർലിക് പേസ്റ്റ് കഴിയാറായി. സാരമില്ല, അതിൽ ഗാർലിക് പേസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ ജിഞ്ചറും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? വെറൈറ്റി ഫ്ലേവർ ആയിക്കോട്ടെ. ആ കുറച്ച് ജിഞ്ചറല്ലേ, കിടക്കട്ടെ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാല്ലേ? ഓക്കെ, മിക്സ് ചെയ്യാവേ. സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറും. അവനെ ഒന്ന് ചെന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. അവന്റെ കലാപരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു. മിക്സ് ചെയ്ത് കുഞ്ഞെന്താ പറയുന്ന? കുഞ്ഞേ എന്താ പരിപാടി? ആ എന്ത്? ആഹാ എവിടെ? സൂത്രം മനസ്സിലാക്കേ. ഇതെന്നറിയോ? ഇത് മൊത്തം എന്റെ കാറുകളാണ്. ഇവിടെ നിരത്തി ഇട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ കവറിലാക്കി വെച്ചേക്ക അല്ല കുഞ്ഞി. പിന്നെ ഞാനും കുഞ്ഞും കൂടി കളിക്കണ ഒരു കളിയുണ്ട്, അത് കാണിച്ചത്. ഞാൻ പിന്നെ കഴിക്കാൻ വരട്ടെ കുഞ്ഞി. നമ്മുടെ അടുത്ത പരിപാടി, ഒരു മിനിറ്റ് ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇതിനെ ഇവിടെ കൊണ്ട് ഇവനെ വെച്ചോണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവാർഡും തരാം. കാണുന്നില്ല കുഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ പോണോ കുഞ്ഞി? ചെയ്യാനാ? ചെയ്തോളൂ ചെയ്തോളൂ. കുറച്ച് കോൺഫ്ലോർ ഇടും. അവാരിയുടെ അങ്ങോട്ട് കുറച്ചങ്ങാണ്ട് ഉള്ളു. അതില് അതൊന്നും പോരാ, കൊറേ ഇട്ടോ. അതിലുള്ളത് മൊത്തം ഇട്ടോ, നന്നായിട്ട് ഇട്ടോ. അയ്യോ മതി, നോക്കട്ടെ നോക്കട്ടെ. ആ അത് കുറേ ഉണ്ട്. അത് ഓടിപ്പോയി. ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കോൺഫ്ലോർ ഓടിപ്പോയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ പലതും പറയും. എന്നെ കേട്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഫോണിന്റെ ചാർജർ ഇതുകൊണ്ടായി. ഫോണിന്റെ ചാർജർ കേബിള്. ഇനി ഇതിലേക്ക് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. കുഞ്ഞി നല്ല അടി മേടിക്കുന്നത് മിക്കവാറും. കുഞ്ഞിക്കില്ലെങ്കിൽ എന്നിട്ട് സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ ഗരം മസാല. പിന്നെ എന്തായിരുന്നു അതിൽ ഞാൻ പറഞ്ഞത്? ഉപ്പ്, അപ്പനും മോനും കൂടി ഇടി കൂടുകയാണോ? ഇടയ്ക്കിടയ്ക്ക് നോക്കട്ടെ. വിനാഗിരി ഇതില് വിനാഗിരി ആവശ്യത്തിനുണ്ടല്ലോ. ഇനി വിനാഗിരി ഞാൻ ഒഴിക്കാനുള്ള കേട്ടോ. അത്രയൊക്കെ മതി.
ഇത്ര വിനാഗിരിയുടെ ആവശ്യമുള്ളൂ. ഈ വിനാഗിരി എല്ലാം കൂടി കഴിച്ചിട്ട് വയറിന് കേടാവാൻ. ഒന്നാമത് ഇതൊക്കെ പ്രശ്നം. കോൺഫ്ലവർ ഒന്നും നല്ലതൊന്നുമല്ല, മൈദ പിന്നെ ഒട്ടും നല്ലതല്ല അല്ലേ ചേട്ടാ. പിന്നെ ഇടയ്ക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കാരണം കൊണ്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കുന്നു എന്ന് മാത്രം. ഞാൻ ഇവിടെ ഇട്ടപ്പോൾ അവിടെ ഒക്കെ കുറച്ച് വീഴുന്നു. അല്ല, ഞാൻ തന്നെയാണല്ലോ ക്ലീൻ ചെയ്യണല്ലേ. സാറിന് എങ്ങനെയൊക്കെ പറയാം. സാറിന് നാളെ എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോണ്ടേ? നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? എന്റെ മെനു കാർഡ് എടുക്കണോ? ഉപ്പുമാവ് അല്ല, നാളെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. നാളെ നാളത്തേക്ക് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വെറൈറ്റി ആയിട്ട് KFC കൊണ്ടേക്കോ? ഇന്ന് കഴിച്ചിട്ട് നാളത്തേക്ക് റെഡി ആവുമെന്ന് ആദ്യം നോക്കട്ടെ. അപ്പൊ എത്രയായി? ഇനി നമുക്കേ വറുത്താലോ? പൊരിക്കാനുള്ള പരിപാടി നോക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. പക്ഷെ എനിക്ക് മടി കയറി കഴിഞ്ഞപ്പോ ഞാൻ കട്ടിലേക്ക് കിടന്നു. ഇങ്ങോട്ട് വരൂ. കണ്ടോ, ജിമ്മുണ്ട്. ജിമ്മ് പണ്ടത്തെ ജിമ്മനാ. തല കാണാനില്ല ജിമ്മന്റെ. ആ ജിമ്മ് ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കും. ഉണ്ട്, ഭയങ്കര ജിമ്മോ. കുഞ്ഞിക്ക് വെള്ളം വേണോ? ആ കുഞ്ഞിക്ക് ജിമ്മ്. സോറി, അവൻ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കളിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സൺഫ്ലവർ ഓയിൽ ആട്ടെ ഞാൻ ഒഴിക്കാൻ പോണത്. നല്ലതൊന്നും അല്ല, മൊത്തത്തിലേ നല്ലതല്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ അല്ലേ? അയ്യോ, ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ഇത് ഇതിൽ മുക്കി സെറ്റാക്കി വെക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കിയാൽ മതിയായിരുന്നു അല്ലേ? ആ, പിന്നെ അവിടെ ഇരിക്കട്ടെ. ഇത് സെറ്റാക്കിയിട്ട് എടുക്കാം. ഞാൻ മൊത്തം മണ്ടത്തരങ്ങളെ കാണിക്കുള്ളൂ. ഇത് നമുക്ക് പിന്നെ ഒന്ന് കാണേണ്ടി വരും. അപ്പൊ നമുക്ക് ചിക്കന്റെ കാലിൽ നിന്ന് തുടങ്ങാം അല്ലേ? ചിക്കന്റെ കാലെടുത്തിട്ട് അവര് പറഞ്ഞത് ഇതിലിട്ടിട്ട് ഞെക്കി പിച്ചാനാണ്. ഞെക്കി പിച്ചിട്ട് കുടയണം. കുടഞ്ഞിട്ടൊന്നും വരുന്നില്ലല്ലോ. അവര് കുടഞ്ഞപ്പോ നല്ല സെറ്റപ്പ് ആയിരുന്നു. എന്നിട്ട് ഈ വെള്ളത്തില് മുക്കണം. എന്നിട്ട് വീണ്ടും ഇതില്. പക്ഷെ എന്തത് ഇങ്ങനെ എന്റെ പാൻറ്റിലൊക്കെ ആയി. വെള്ളത്തില് മുക്കട്ടെ കേട്ടാ. ആ, കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ട്. വെള്ളത്തിൽ നല്ലപോലെ ഡിപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നത് കോട്ടിങ് ചെറുതായിട്ടൊന്ന് തോന്നുന്നു. കോട്ടിങ് അത് എനിക്ക് അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പം ഇത് പിടിക്കാനെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആ KFCയിൽ പോയി ഇത് മൈദക്കൂട്ടം പോലെ ആയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. സെറ്റ് ആവാണെങ്കിൽ ആവട്ടെ. എന്തെങ്കിലും മാറി നിൽക്കണേ, ഇങ്ങോട്ട് വരൂ. ഞാനിവിടെ എന്താ കഴിഞ്ഞാൽ ഫ്രെയിം ടൈറ്റ് ആവും. എൻ്റെ തലയും കാണാനില്ല, മുഖം കാണാനില്ല. ടൈറ്റ് ആവുള്ളൂ. നമ്മുടെ കിച്ചണിൽ ഭയങ്കര സൗകര്യം ചെയ്തുകൊണ്ട് ഒരാളെ കാണുമ്പോ ഒരാളെ കാണില്ല. സന്തുഷ്ട കുടുംബം, ദുഷ്ട കുടുംബം. ദൈവമേ, അവനെന്താ ചെയ്യണേ അവിടെ? കൺസ്ട്രക്ഷൻ വർക്കില്ല. അതൊന്നും കൊണ്ടേ കാണിച്ചു കൊടുത്തേ. ഇതിന്റെ ഇപ്പൊ കാണിച്ചു തരുന്ന കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളെ കേട്ടോ. അവൻ ഇവിടുത്തെ കോൺട്രാക്ട് ഏറ്റെടുത്തേക്കാണ്. ഇതുപോലെ കോൺട്രാക്ട് വർക്ക് ആവശ്യമുള്ളവർക്ക് അവനെ സമീപിക്കാം. നമ്പർ ഞാൻ പ്രത്യേകം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുഞ്ഞെന്ത് ചെയ്യാ? ഇതെന്താ എടുക്കുന്നത് കുഞ്ഞി? അത് കാണുന്നുണ്ട്, അപ്പൊ പിടിച്ചിട്ടുണ്ട്. ആ, ഇതാണ് കുഞ്ഞിന്റെ വർക്ക്. വീടുണ്ടാവോ ബാക്കി? ഇത് എത്ര ദിവസം കൊണ്ട് കഴിക്കും? ഇത് എത്ര ദിവസം പണിയുണ്ട്? 4 ദിവസം.
വരുന്നു. ഞാൻ കുഞ്ഞിയുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഓട്ട ഇട്ടല്ലോ അവിടെയൊക്കെ നന്നായിണ്ട്. നമ്മള് പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ ഞങ്ങള് കൺട്രോൾ ചെയ്യാൻ നോക്കി, പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് നടപടിയാണ് കാര്യമുള്ളത്. പിന്നെ ഞങ്ങള് വിട്ടു. ഞങ്ങള് ഓണറുടെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് എന്താ പറഞ്ഞു, ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് തരാന്ന് പറഞ്ഞു. അവര് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് തരും മിക്കവാറും ഒരു ദിവസം. കണ്ട, ഇതാണ് ഫാമിലി പാക്ക്. ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടായിരുന്നു. ഇത് നന്നാവും, അവർക്ക് ഒരു വീത്ത് വരുന്നില്ല. ഇപ്പോൾ ടൈം ഒരു 10:30 കഴിഞ്ഞു. ഇപ്പോൾ പുറത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. പൊതുവെ ഈ ടൈമിലൊക്കെ പുറത്തൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇന്നലെ ഈ ടൈമിലൊക്കെ നല്ല സാൻഡ് സ്റ്റോമാണ്. സാൻഡ് സ്റ്റോം ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല സാൻഡ് സ്റ്റോമാണ്. ഇതിൽ ക്യാമറയിൽ കാണാൻ പറ്റണോന്ന് അറിയില്ല, പക്ഷേ അതൊക്കെ നല്ല സാൻഡ്. ഓക്കെ, അവിടെയൊക്കെ നല്ല സാൻഡ് സ്റ്റോം ഉണ്ട്. മൊത്തം ഷോപ്പുകളാണ് ഇവിടെ, കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. നല്ലൊരു ഏരിയ ആണ്, പക്ഷെ കൂടുതൽ ഇവിടെ ഉള്ളത് പാകിസ്ഥാനികളും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻസ് ഉണ്ട്, ഫാമിലീസ് കുറേ ഉണ്ട്. കൂടുതലും പാകിസ്ഥാനികളാണ് ഇവിടെ ഉള്ളത്. ഓ, ഇത് ഭയങ്കര ഡസ്റ്റിയാണ്. ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്തേ. ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വറക്കാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിനൊക്കെ കാണുമ്പോ സംഭവം ശരിയാവും തോന്നുന്നുണ്ട്, പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ അല്ലേ. പൊരിക്കട്ടെ, അങ്ങോട്ട് തുടങ്ങാട്. വെയിറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എണ്ണ ചൂടായി എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇടുന്നു. ചൂടായി ചൂടായി ചൂടായി. അയ്യോ, മുങ്ങിയില്ല. അത്രയൊക്കെ എണ്ണ മതി. എനിക്ക് എണ്ണ ഇന്ന് ഇത്ര കളയാൻ പറ്റില്ല. നഷ്ടക്കച്ചവടമാവും അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്ര ഇതില്ല. തീ കുറച്ച് വെക്കാം അല്ലേ, കുറച്ച് അവിടെ ഇരുന്ന് സെറ്റായിട്ട് ഒരെണ്ണം കൂടി ഇട്ടേക്കാം. ഒരു ലെഗ് പീസും കൂടെ ഉണ്ടായിരുന്നല്ലോ. അല്ലേ, വേണ്ട, ഇതുകൊണ്ട് കിടക്കട അവിടെ. ഈ പൊടി ഇപ്പോഴേ തിരിക്കണോ? അയ്യോ, ഇതെന്താ ചമ്മി ഇരിക്കണേ, പൊരിഞ്ഞു വരുന്നില്ല. കുറച്ചേരം ഇരിക്കട്ടെ ആവട്ടെ. കോൺട്രാക്ട് കഴിഞ്ഞോ? ഇന്നത്തെ പണി എളുപ്പമായിരുന്നോ? നല്ല പണിയായിരുന്നോ? കറി വെക്കണോ? അവൻ എങ്ങനെയാണെന്നറിയില്ല, ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം, അപ്പൊ സ്പോട്ടിലെത്തുവാള്. കുഞ്ഞെന്താ അറിയാ കുഞ്ഞിനെന്താ അറിയാ? ഫോണിന്റെ കായ്ക്കണം. ഇതെന്തിനാ? ഇതെന്താന്നറിയോ നിങ്ങക്ക്? പറഞ്ഞോടുത്തേ. ഇതെന്തിനാ പറഞ്ഞ? ഇത് വറക്കണ സാധനാന്ന് അല്ല പൊന്നി? കുഞ്ഞിക്ക് വറക്കണം. കുഞ്ഞിക്ക് വറക്കണം. ഒരു 5-6 വർഷം കൂടി കഴിയട്ടെ. ഇനിയിപ്പൊ അവന്റെ വർക്കലൊക്കെ ആയിരിക്കും. പൊന്നാ, ചൂടാ എണ്ണ പോലീസ് വന്നിട്ടേ പിടിക്കും. ഓ, ഇതൊരു ദാരിദ്ര്യം പിടിച്ച കേസാണെന്നാ തോന്നണൊക്കെ കണ്ടത്. റെസിപ്പിയുടെ പ്രശ്നമാണോ അത് എന്റെ പ്രശ്നമാണോ? നമുക്ക് ഇതിലൊക്കെ കഴുകിക്കാൻ ചിക്കൻ കറി വെച്ച് ചോറുണ്ട്. നോക്കാം, അത് 2-3 പൊരിക്കാം, എന്നിട്ട് നോക്കാം. ആഹാ, ഉച്ചക്കത്തെ ബിരിയാണി ഒക്കെ ഉണ്ടല്ലേ.
യെസ്, അവനെ കുറച്ച് ചൂടാക്കിയിട്ട് കൊടുക്കാം. അവൻ KFC കൊടുത്തിട്ട് അവനിനി പ്രശ്നം ഉണ്ടാക്കണ്ട. എന്റെ ടെക്നിക്ക് എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല എല്ലാവരും ചൂടാക്കണേ. കുഞ്ഞിക്ക് സ്പൂൺ വേണോ? ഇങ്ങോട്ട് വന്നേ. സ്പൂണ് തരാം. നമുക്ക് വേണോ? എനിക്ക് വേണം. കുറച്ച് ചൂടാക്കാൻ. KFC എനിക്ക് അത്ര പ്രതീക്ഷയില്ല. അല്ല, സക്സസ് ആണെങ്കിൽ ഞാൻ KFC നോളാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചോളാം. ഒരു പ്ലാൻ ബി എപ്പോഴും വേണമല്ലോ. അതെ അതെ. ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ അടപ്പ് എവിടെ? ഞാൻ കണ്ടില്ല. എങ്ങനെ കാണാൻ? ഇടയ്ക്കൊക്കെ കിച്ചന്റെ ഭാഗത്തൊക്കെ വരണം, അപ്പോഴല്ലേ കാണുള്ളൂ. കഴിക്കാൻ മാത്രം കിച്ചന്റെ ഭാഗത്തുനിന്ന് അതിനെങ്കിലും വരുന്നുണ്ടല്ലോ. ഞാൻ ഈ വഴിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചിക്കൻ എന്തായെന്നറിയോ? കണ്ടിട്ട് നല്ലപോലെ ഇപ്പൊ അത്യാവശ്യം ഫ്രൈ ആയും തോന്നുന്നുണ്ടേ. ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാം വെച്ച് കുത്തി നോക്കി അറിയത്തില്ലല്ലോ. കേക്കൊക്കെ ബേക്കായെന്നറിയാൻ കുത്തുന്ന പോലെ കുത്താനും പറ്റത്തില്ല. എന്തായാലും കുറച്ചു നേരം കൂടി ആവട്ടെ അല്ലേ? ഈ ഉള്ളി വെന്തില്ലെങ്കിലോ? അതുവരെ നമുക്കൊരു സംഘഗാനം ആയാലോ? ഞാനില്ല പാട്ടില്. ഞാൻ പണ്ട് സംഘ നൃത്തമായാലോ? നിർത്തിക്കോ. മറ്റേ പാട്ട് നിർത്തിക്കോ. വേണ്ട, മറ്റേ പാട്ട് ഏതായിരുന്നു? സൗബിന്റെ ഇപ്പോഴത്തെ പുതിയത് മോനിക്ക ഇങ്ങനത്തെ. കളിച്ചോ. എന്റെ കൂടെ ആൾക്കാർ കളിക്കാൻ വേണം. സിംഗിൾ ഡാൻസ് ഞാൻ പണ്ടേ കളിക്കില്ല. സംഘ നൃത്തത്തിന്റെ ആളാണ് ഞാൻ. ഇതെന്താണിതിവിടെ? നല്ല പരിപാടിയാണല്ലോ. പരിപ്പ് കറി വയ്ക്കാണോ? ഇതെവിടുന്ന് വെള്ളം വന്നേ? ഈ വെള്ളം എവിടുന്ന വന്നേ? ഇത് എപ്പോഴാണെന്ന് കൊണ്ടുവന്നേ? എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നോ എന്തോ. ഈ പരിപ്പ് വേഗം പറയട്ടാ. അവിടെ ആ ഒരു ഏരിയ അങ്ങനെ പോയി. പിന്നെ അവന്റെ കലാസൃഷ്ടികളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഇതുണ്ടോ? ഇത് പിന്നെ എല്ലാ സൈഡിലും ഉണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ ഷോട്ടൊക്കെ വരുമ്പോ കാണാം. കുഞ്ഞി എന്താണ് കുക്ക് ചെയ്യുന്നത്? പരിപ്പ് കറി വെക്കാന്ന് പറ. പരിപ്പ് കറിയാണോ? അഞ്ചാറ് പരിപ്പുള്ളല്ലോ. കുഞ്ഞിക്കുള്ളത് പോരെ? കുഞ്ഞിക്കുള്ളത് മാത്രമാണല്ലേ? അപ്പൊ കുഞ്ഞിക്കും KFCയിൽ പ്രതീക്ഷയില്ല. വെരി ഗുഡ്. നടന്നു പോയി മേടിച്ചിട്ട് വരേണ്ടി വരും കേട്ടാ. നോക്കട്ടെ. വെറുതെ അടങ്ങി ഒതുങ്ങി അവിടെ തലവേദന പിടിച്ചിരുന്ന എന്നെ വിളിച്ച് എണീപ്പിച്ച് KFC ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഉച്ചക്ക് നീയല്ലേ KFCയുടെ മോൻ കയറ്റിയത്? ഞാൻ മര്യാദയ്ക്ക് ചുമ്മാ അവിടെ ഇരുന്ന എന്നോട് ഇനി KFC ഉണ്ടാക്കിയാലോ എന്നും പറഞ്ഞ് ഫ്രോസൺ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട്. ചിലപ്പോ ഫ്രോസൺ ചിക്കൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചുമ്മാ അത് കണ്ടപ്പോ മേടിച്ചത്. എല്ലായിടത്തും ഫ്രോസൺ ചിക്കൻ തന്നെയാണ് KFC ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ചിക്കൻ എവിടെ ഉപയോഗിക്കത്തില്ല. ഇനി അത് പറഞ്ഞ തടി വരാതെ വിചാരിക്കുന്ന. പിന്നെ കോൺഫ്ലോർ ഇട്ടത് കൂടിപ്പോയായിരുന്നു. അതറിയാലോ. ആ പാക്കറ്റ് മുഴുവൻ ഇടാൻ പറഞ്ഞിട്ട് പകുതി ഇട്ടതും പോരാ. എന്നിട്ട് അറിയാം. എനിക്ക് 2 അടിയുടെ കുറവുണ്ടല്ലോ ഇത്. വറുത്തിട്ട് കഴിക്കണല്ലേ? വെള്ളത്തിലാ വറുക്കണേ? കുഞ്ഞി പാവം. കുഞ്ഞിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. കുഞ്ഞായോ? ഞാൻ അമ്മയുടെ ഇത് ഒത്തിരി ഓവറായി എനിക്ക് തോന്നണം കണ്ടിട്ട്. ഇല്ലേ? എടുക്കട്ടെ? എടുത്തോ. കണ്ടിട്ടെന്തോ കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ഇരുട്ടല്ലേ? ഇന്ന് ലൈറ്റ് ഓൺ ആക്കിയില്ലേ? ഞാനിത് എടുക്കാം. അതിനകത്തൊന്ന് ചൂട് ഇങ്ങോട്ട് എടുക്കട്ടെ? ടിഷ്യൂ വെക്കണോ? വേണ്ടല്ലേ?
ഈ എന്താ സ്പൈസി KFC മേടിക്കുമ്പം ഈ ഒരു ലുക്കിൽ, മറ്റേ നോർമൽ മേടിക്കുമ്പം കുറച്ച് ലൈറ്റായിട്ട് വേറൊരു ടൈപ്പിലാണ്. ഇത് സ്പൈസിയാണ് ഗൈസ്. ഇത് അറിയത്തില്ല എന്തായാലും, ബാക്കിയും കൂടി ഞാൻ ഇടാൻ പോകും. ഓക്കെ, എന്തായി KFC? ഒരു കാര്യം ചെയ്യും, അതൊന്ന് എടുത്തിട്ടേ ഉള്ളൊക്കെ ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നല്ല ചൂടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. ചൂടാണോ? നല്ല ചൂടുണ്ട്. ഇതേ വെന്തോന്ന് അറിയാണ്ട് ഒരു സമാധാനമില്ല. എന്തായാലും തുറന്നു നോക്കാം. എന്തുണ്ട് അല്ലേ? എന്തോന്ന് തോന്നുന്നു. ഇനി ഇത് ടേസ്റ്റ് ഉണ്ടോന്നും കൂടി ഒന്ന് അറിഞ്ഞാൽ മതി. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ചൂടാറട്ടെ. ഇങ്ങനെ KFC കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചൂടാറട്ടെ. സക്സസ്. കുഴപ്പമില്ല, കേസരി പോലെ തോന്നില്ല. ഓക്കെ ഗൈസ്, ബിരിയാണി ഫിക്സ്ഡ്. കുഴപ്പമില്ല കേട്ടാ. വെള്ളം വേണോ? ഒരു തുണ്ട് വെള്ളം കൊടുത്തേ. ഇത്തിരി വെള്ളം കൊടുത്തു. ഏതായാലും ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല. പക്ഷെ KFCയുടെ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല. എന്നെ ഇത്രയും വിശ്വാസമുള്ള സ്ഥിതിക്ക് കൊടുക്കട്ടെ. പുറത്ത് ഇത് ജാട കാണിക്കാനല്ല കേട്ടോ, ചൂട് കൂടുതലായതുകൊണ്ടാ. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എന്താ പറയാ, ആ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടാണ് ഒന്നും അറിയത്തില്ല. അത്രയൊരു ചിലപ്പോ അതുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് കച്ചപ്പ് ഒക്കെ പോയിട്ട് കഴിക്കുമ്പോ സെറ്റാവും. കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടികളാണ്. അതെ, നമ്മുടെ പരിപാടിക്ക് ഇരുന്നിട്ടേ സമയം എന്തോരമായി. ഇപ്പൊ സമയം എന്തായെന്നറിയോ? 11:45. കുഞ്ഞിയുടെ ആർട്ട് വർക്കുകളൊക്കെ ഒന്ന് ഞാൻ കാണിക്കട്ടെ. യെസ് ഗൈസ്, ഇതൊക്കെ കുഞ്ഞിയുടെ ആർട്ട് വർക്കുകളാണ്. ഇതൊക്കെ അവൻ സ്വന്തമായിട്ട് ചെയ്ത. ഇതും ഇവന്റെ ആർട്ട് വർക്കാണ്. വന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇതൊക്കെ ഈ രീതിയിലാക്കി. കുഞ്ഞി രാവിലെ തന്നെ അവൻ ടൂൾസ് ആയിട്ട് ഇറങ്ങും. കോൺട്രാക്ട് പണിക്കാരനെ പോലെ രാവിലെ തന്നെ അവൻ ഇറങ്ങും. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ചരണ്ടി ആറ്റം വരത്തും. നമ്മൾ എന്തോരം പറഞ്ഞാലും നമ്മൾ മാറുന്ന സമയത്ത് അവർ പോയി കുത്തിപ്പൊളിക്കും. അവൻ്റെ ഗ്രോത്തിൻ്റെ, അവൻ്റെ എന്താ പറയുക, അവൻ്റെ ഗ്രോത്തിൻ്റെ ഓരോ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ട്. കുട്ടികൾ ഈ ഒരു പ്രായത്തിലല്ലേ കൂടുതൽ കുത്തലും വരയ്ക്കലും പൊളിക്കലൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. കഴിച്ചാലോ? KFCയിൽ വലിയ പ്രതീക്ഷയില്ല. ഞാൻ ബിരിയാണിയെ കഴിക്കത്തുള്ളൂ അല്ലേ? ബിരിയാണി തന്നെ കഴിച്ചാൽ അങ്ങനെ പറയത്തുള്ളൂ. ബിരിയാണി KFC രണ്ടും കൂടി കഴിക്കണം. ഒരു വെറൈറ്റി കോമ്പിനേഷൻ. എന്തൊരു ഡിമാൻഡായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഓപ്ഷൻ ബി ആണ് ബിരിയാണി എന്ന് പറഞ്ഞത്. ഓപ്ഷന് KFC എന്ന് പറഞ്ഞത്. വെള്ളം കുടിക്കണം. കണ്ടില്ലേ, ഞാൻ കുടിക്കാറില്ലേ? അതിപ്പോഴല്ല കുടിച്ചു. ഇവിടെ സമ്മർ സീസണിൽ വെള്ളം കുടിക്കണം. മിനിമം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം.
പൂക്കച്ചിനെ കളിക്കണം. അയ്യോ ഒരു പൂക്കച്ചി കളിക്കാരൻ, ഒരു പൂക്കച്ചി കളിക്കാരൻ. അയ്യോ ഇവിടുന്ന് പോക്കാൻ പറ്റത്തില്ല, നാണക്കേടോ. കണ്ട കുഞ്ഞിക്ക് സ്നാഗിയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാണ് സ്നേഹനിധിയായ അപ്പൻ. കുഞ്ഞി ഇറങ്ങാൻ പോവാണോ? കുക്കുച്ചി കളിക്കണം. ആരാ കുക്കുച്ചി? ആരാ കുക്കുച്ചിയാണ് ദേ ഇരിക്കുന്നത്. ഉറക്കമൊന്നും ഇല്ല അപ്പൊ ഇന്ന് ഉറങ്ങുന്നില്ലേ? കുക്കച്ചി ആരാ? രണ്ടും കൂടി കളിക്കാൻ പോവാണോ? ആ അടിപൊളി. അപ്പൊ നമ്മൾ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടാ. നമ്മുടെ ചിക്കൻ ഫൈനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് പീസസ് ഉണ്ടായിരുന്ന അതും കൂടി നമ്മൾ ഇട്ടേക്കാണ്. അപ്പം ഈ ഒരു ലെവലിലാണ് നമ്മുടെ സംഭവം ആയിട്ടുള്ളത്. കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. കോക്കാച്ചി ആരടാ? ഞാനോ? അമ്മയുടെ കോക്കച്ചി. നീ പോടാ. ഒന്ന് കാണിച്ചു കൊടുത്തിട്ടെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ KFC? ഞങ്ങളുടെ KFC കുഞ്ഞിയുടെ കുഞ്ഞി അമ്മ ഉണ്ടാക്കിയതാ. കുഞ്ഞി കഴിച്ചു നോക്കാം. ഭാവി വ്ളോഗർമാരൊക്കെ ഇരിക്കണേ. കഴിച്ചു നോക്കിട്ട് പറയും. ചൂടുണ്ടേ, ചൂടുണ്ടേ. എന്റെ അമ്മ കെച്ചപ്പ് മുങ്ങിയാ. അവരിതൊന്നും കഴിക്കത്തൊന്നുമില്ലേ? കുഞ്ഞൊരു പ്രാവശ്യം കഴിച്ചു നോക്കും. നമ്മുടെ ഹോം മെയ്ഡ് കെച്ചപ്പാണ്. എനിക്ക് കീറില്ല. നല്ല ക്രിസ്പിയാ. സൂപ്പർ. KFC success. പക്ഷേ മുള്ളു ഒക്കെ അയ്യോ ബുക്ക് എടുത്തിട്ട് എറിയല്ലേ പൊന്ന. കഴിക്കട്ടെ.